അതിനുവേണ്ടി നമുക്ക് മാവ് അച്ചിലോട്ടിടാം. അതിനുശേഷം ഇത് ഇടിയപ്പത്തിൻ്റെ അച്ച് നല്ലോണം ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് നമ്മൾ ഇടിയപ്പം അത് പിഴിയുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ അകത്ത് ശകലം തേങ്ങ ഇടണം. തേങ്ങ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇടിയപ്പം ഈസിയായിട്ട് എടുക്കാൻ വേണ്ടിയും അത് നമുക്ക് പ്രയോജനമാവും. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അതിനെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഇത് പിഴിയുന്നതാണ്. എന്നും ഇത് വൈഫാണ് ഉണ്ടായി തരുന്നത്. ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതിൽ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് നമ്മളത് കുറച്ച് അതിന് പരുവമുണ്ട്. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ അത് നമുക്ക് പിഴിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ പരുവത്തിന് കുഴച്ചതിന് ശേഷം വേണം, വേണ്ട ഉപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് പിഴിയാൻ. പിഴിയുന്നത് നമ്മൾ ഈസിയാണ്. കുറച്ച് ലൂസായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് വരും. വളരെ കൂടുതൽ ലൂസാവാൻ പാടില്ല. അങ്ങനെ ഇത് പിരിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന ഇഡ്ഡലി കുട്ടുവത്തിലോട്ട് നമുക്ക് ഇത് ആവി കയറ്റാനായിട്ട് വയ്ക്കാം. പിഴിഞ്ഞ ഇടിയപ്പത്തിൻ്റെ നമുക്കിത് ആവി കയറ്റാനായിട്ട് കുട്ടുവത്തിലോട്ട് വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.